പിന്നെ എനിക്ക് അധികം അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒന്നും അധികം ശ്രമങ്ങൾ, കുറച്ച് സിനിമകളൊക്കെ അവിടെ ഇവിടെയൊക്കെ അഭിനയിച്ചിട്ടുള്ളതല്ലാതെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആഗ്രഹം എന്ന് പറയുന്ന രാജസേനൻ്റെ ഒരു സിനിമ. അതിലാണ് നടൻ ദേവൻ്റെ ഒറിജിനൽ പേര് മോഹൻ, അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നാണ് അദ്ദേഹം അഭിനയിച്ചത്. ശരിക്കും അതൊരു ഗായകൻ്റെ, അതായത് എനിക്കൊന്ന് മദ്യപിച്ച് ജീവിതം ഒക്കെ എന്താ പറയുക ലക്കിട്ട് പോകുന്ന ഒരു കഥാപാത്രമാണത്. അത് അന്ന് ഇവരാദ്യം യേശുദാസിനെ ആലോചിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചന്ന്, യേശുദാസിനെ ഒരു മുഴുനീള നായകനായിട്ട് കൊണ്ടുവന്നാലോ. പക്ഷെ ഈ മദ്യം എന്ന് പറയുന്നതിൻ്റെ യേശുദാസ് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഒരു മദ്യപാനിയായിട്ട് യേശുദാസ് അഭിനയിക്കില്ല എന്ന് ഇവർക്ക് അറിയാം. കാരണം രാജസേനൻ്റെ ഇൻ്റർവ്യൂ തന്നെ രാജസേനൻ പറഞ്ഞിട്ടുണ്ട്, അതൊരിക്കലും ദാസേൻ്റെ അടുത്ത് പോയി ചോദിക്കാനൊക്കെ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വേറെ റിപ്പോർട്ട് ഇവിടെ വായിച്ചിട്ടുണ്ട്, യേശുദാസിനെ ഇവർ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ യേശുദാസിന് ഒരിക്കലും പാട്ടിൻ്റെ തരത്തിൽ അഭിനയിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് യേശുദാസ് അഭിനയിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അതിലൊക്കെ ആ സിനിമ പിന്നെ അതങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടൊന്നുമില്ല. പക്ഷേ യേശുദാസ് എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ നമ്മൾ അറിയാം, പല പാട്ടുകാരൊക്കെ അവർ സെലിബ്രിറ്റീസാണ്. അതായത് അവർ സ്വയം ഈ പറഞ്ഞ പോലെ തന്നെ അഭിനയിക്കുന്നുണ്ട്, അവർ ആൽബംസ് അഭിനയിക്കുന്നുണ്ട്, അവർ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്, അവർ റീൽസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ യേശുദാസിൻ്റെ പാട്ടുകളിലൂടെയാണ് നമ്മൾ യേശുദാസിനെ ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം ഒരിക്കലും ഒരു അഭിനയം അല്ലെങ്കിൽ ആ ഒരു മേഖലയിലോട്ടൊന്നും അദ്ദേഹം വന്നിട്ടില്ല.